ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. 1 യോഹന്നാൻ 1 അധ്യായം 5 മുതൽ ഉള്ള വചനങ്ങൾ. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. ദൈവം വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യഥാർത്ഥ കൂട്ടായ്മയ്ക്കുള്ള മാർഗം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ വചനം. ദൈവം വെളിച്ചമാകുന്നു, പ്രകാശം ആകുന്നു. പ്രകാശത്തിൽ നടക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനം. പ്രകാശത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പ്രകാശം ഇരുട്ടിനെ നീക്കുന്നു. വെളിച്ചം ആണ് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. വെളിച്ചത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് വഴികാട്ടുക എന്നുള്ളത്. ദൈവത്തെ വെളിച്ചം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ ഇരുട്ടിനെ നീക്കുന്നത് ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഗൂഢമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് മുമ്പിൽ മറച്ചു വച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ മറയ്ക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ദൈവം വെളിച്ചം ആയതുകൊണ്ട് മറഞ്ഞിരിക്കുന്നതിനെയെല്ലാം അത് വെളിപ്പെടുത്തും. ശരിയായ വഴി കാട്ടുന്നത് ദൈവമാണ്. എന്നാൽ ഇവിടുത്തെ ചിന്ത, ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും അന്ധകാരത്തിൽ ജീവിച്ചാൽ എത്ര പ്രയാസകരമാണെന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വചനം ഒരു ആത്മപരിശോധനയുടെ വചനമാണ്. വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ ഇരുട്ടിൽ ജീവിക്കുന്നു. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഹൃദയം കഠിനപ്പെട്ടതും ക്ഷമിക്കാത്ത മനസ്സും ഒക്കെ ഞങ്ങളിലുണ്ട്. വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇരുട്ടിൽ ജീവിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദേഷ്യം, അരിശം, കോപം ഇതെല്ലാം സംഗ്രഹിച്ച് വയ്ക്കുന്നു. വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ രഹസ്യ പാപങ്ങളിൽ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഇരട്ട മുഖം കാണിക്കുന്ന ജീവിതമാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്ന ജീവിതം. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ക്ഷമിക്കുന്ന ഹൃദയം ഉള്ളവരായിരിക്കണം. ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് നാം അവകാശപ്പെടുന്നുവെങ്കിൽ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഹൃദയത്തിൽ ദേഷ്യം, കോപം, അരിശം ഇതൊന്നും സംഗ്രഹിക്കാൻ പാടില്ല. വിശുദ്ധിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും ഉള്ളിൽ രഹസ്യപാപങ്ങളെ താലോലിച്ച് വളർത്തുന്നെങ്കിൽ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്ന ഇരട്ട ജീവിതമാണ് നയിക്കുന്നത്. പ്രകാശത്തിൽ, ദൈവം വെളിച്ചമാണ്, ദൈവം പ്രകാശത്തിൽ നടക്കുന്നു, നാമും വെളിച്ചത്തിൽ നടക്കുന്നത് പോലെ ജീവിക്കുവാൻ തുടങ്ങിയാൽ അവിടെ 3 അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, തമ്മിലുള്ള കൂട്ടായ്മയാണ്. പ്രകാശത്തിൽ നടക്കുന്നവർക്ക് മറച്ചു വയ്ക്കുവാനൊന്നും ഉണ്ടാവില്ല. അവർ സത്യസന്ധരായിരിക്കും.
അവരുടെ ബന്ധങ്ങളെല്ലാം ശക്തമായിരിക്കും. സഭയിൽ സ്നേഹവും ഐക്യതയും ഉണ്ടാകുന്നത് ഒരു വ്യക്തി വെളിച്ചത്തിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോഴാണ്. അടുത്തതായിട്ട് ആ വ്യക്തിക്ക് ശുദ്ധീകരണം ഉണ്ടാവും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. ദൈവം എപ്പോഴും സത്യസന്ധതയുള്ള ഒരു ജീവിതം ആണ് നമ്മിൽ ആഗ്രഹിക്കുന്നത്. ഇരട്ടത്താപ്പ് ജീവിതം ദൈവം വെറുക്കുന്നു. രണ്ട് മുഖങ്ങൾ ഒരു ദൈവപൈതലിനുണ്ടാകുവാൻ പാടില്ല. നാം ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്നവകാശപ്പെടുന്നെങ്കിൽ ഇരുട്ടിൽ നടക്കാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മശോധനയ്ക്ക് നമ്മെ വിധേയപ്പെടുത്താം. കർത്താവേ, അങ്ങയോട് കൂട്ടായ്മ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ദൈവവചനത്തിന് നിരക്കാത്ത ജീവിതം നയിക്കുന്ന സ്വഭാവം ആകുന്നു എങ്കിൽ ഞങ്ങൾ ഭോഷ്ക് പറയുന്നവരാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.